ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നാടൻ വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയാണ് തയ്യാറാക്കുന്നത്. വഴുതനങ്ങ എന്നൊക്കെ കേൾക്കുമ്പോൾ ആർക്കും അത്രയ്ക്ക് പ്രിയമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഈ വഴുതനങ്ങ മെഴുക്ക് പുരട്ടി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യമേ നമുക്ക് ഈ വഴുതനങ്ങയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വഴുതനങ്ങ പല സൈസിലുണ്ടല്ലോ, പല കളറിലൊക്കെ കാണാം. അപ്പം നമ്മുടെ വീട്ടിലുള്ള വഴുതനങ്ങയുടെ കളർ ഇതാണ്. അപ്പം ഇതൊരു വയലറ്റും അല്ല വൈറ്റും അല്ലാത്തൊരു വേറെ രീതിയിലുള്ളൊരു കളറാണ്. രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള കളറാണെന്ന് തോന്നുന്നു. ഈ മെഴുക്ക് പുരട്ടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 വഴുതനങ്ങയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് വരാം. ഈ വഴുതനങ്ങ എല്ലാം നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം ഞാൻ നീളത്തിൽ ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ടൊന്ന് പുരട്ടി വെക്കാം. കുറച്ച് നേരം ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് തിരുമ്മി വെക്കുമ്പോൾ നമുക്കിതിനകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇനി ഇതൊന്ന് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഞാൻ ഇതിലോട്ട് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സവാള നീളത്തിൽ അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് നെടുകെ കീറിയതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് പൊട്ടിച്ച ശേഷം സവാള ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ കടുക് ഇട്ട് കൊടുത്തിട്ടില്ല. നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമ്മുടെ വഴുതനങ്ങ എന്തായെന്നൊന്ന് നോക്കാം. ഈ സമയം കൊണ്ട് വഴുതനങ്ങയിൽ വെള്ളമൊക്കെ ഇറങ്ങിക്കാണും. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇതുപോലെ വെള്ളം പിഴിഞ്ഞെടുത്ത് മെഴുക്ക് പുരട്ടി തയ്യാറാക്കുകയാണെങ്കിൽ നമ്മുടെ വഴുതനങ്ങ നല്ല ഡ്രൈ ആയിട്ടാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ ആകെ കൂടെ അങ്ങ് കുഴഞ്ഞ പരുവത്തിലാകും. ഇപ്പോൾ ഞാനിതുപോലെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളമൊന്നും ആവശ്യമില്ല. ഈ സമയത്തിനുള്ളിൽ നമ്മൾ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമേ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ സവാള കുറച്ച് ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് ചെറു തീയിൽ മൂടി വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ വഴുതനങ്ങയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനം ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതുപോലെ ഒന്ന് കുറച്ച് നേരം ഇളക്കിയ ശേഷം നമുക്ക് ഇതിലോട്ട് 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മളെ വഴുതനങ്ങ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ സ്വാദിഷ്ടമായ വഴുതനങ്ങ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.